പാണ്ഡ്യയും രോഹിത് ശർമ്മയും തമ്മിൽ തെറ്റിയിരിക്കുകയാണ്. മുംബൈ ടീം പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയപ്പോൾ രോഹിത് ശർമ്മ ശരിക്കും ദേഷ്യപ്പെട്ടു. രോഹിത്തിനോട് ഒരു വാക്കുപോലും ചോദിക്കാതെയാണ് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയത്. പാണ്ഡ്യയ്ക്ക് കീഴിൽ രോഹിത് ശർമ്മ കളിച്ചേക്കില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതേസമയം തന്നെ രോഹിത് ശർമ്മയെ ഒഴിവാക്കാൻ മുംബൈ ടീമിന് സാധിക്കില്ല. രോഹിത് പോയാൽ അത് മുംബൈയുടെ ഫാൻസ് പവറിനെ ബാധിക്കും. ഈ ഒരു തക്കം നോക്കി RCB രോഹിത് ശർമ്മയെ വാങ്ങാൻ രംഗത്തുണ്ട്. ഇപ്പോഴിതാ പാണ്ഡ്യ രോഹിത് ശർമ്മയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. രോഹിത് ശർമ്മ ടീം വിട്ടു പോകാതിരിക്കാൻ പാണ്ഡ്യ മാപ്പ് പറഞ്ഞു വന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കാരണം പാണ്ഡ്യ ഒരു അഹങ്കാരിയാണ്. പാണ്ഡ്യയ്ക്ക് കീഴിൽ രോഹിത് ശർമ്മ കളിച്ചാൽ ചിലപ്പോൾ രോഹിത് ശർമ്മയ്ക്ക് വരെ തെറി കളിക്കേണ്ടി വരും. മറ്റു പ്ലേയേഴ്സിനോട് യാതൊരു റെസ്പെക്റ്റും ഇല്ലാത്ത താരമാണ് പാണ്ഡ്യ. അത് നമ്മൾ നേരത്തെ തന്നെ IPL കണ്ടിട്ടുണ്ട്. രോഹിത് ശർമ്മ RCBയിലേക്ക് പോയാൽ അവിടുത്തെ ക്യാപ്റ്റൻ അത് രോഹിത് ശർമ്മയായിരിക്കും. കോഹ്ലി ഇനി ക്യാപ്റ്റൻ ആയിരിക്കില്ല. അതുകൊണ്ട് രോഹിത് ശർമ്മ ക്യാപ്റ്റനായാൽ അത് കോഹ്ലിക്കും സന്തോഷമാണ്. രോഹിത്തും കോഹ്ലിയും ഒന്നിച്ചാൽ പിന്നെ RCBയെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. രോഹിത് ശർമ്മയെ തണുപ്പിക്കാൻ വേണ്ടിയാണ് പാണ്ഡ്യ ഇപ്പോൾ രോഹിത് ശർമ്മയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. രോഹിത്തിനോട് പാണ്ഡ്യ മാപ്പ് പറഞ്ഞിട്ടും രോഹിത്തിന്റെ ദേഷ്യം മാറിയിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. മുംബൈ മാനേജ്മെന്റും രോഹിത്തുമായിട്ട് സംസാരിക്കുന്നുണ്ട്. രോഹിത്തിനെ സമാധാനിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ രോഹിത് ശർമ്മ ഉറപ്പായിട്ടും RCBയിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ അത് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ട്രേഡായിരിക്കും. രോഹിത്തും കോഹ്ലിയും ഒന്നിക്കാൻ വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രോഹിത് ശർമ്മയും കോഹ്ലിയുമായിരിക്കും RCBക്ക് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക. പക്ഷേ മുംബൈ ഇന്ത്യൻസിന് രോഹിത് ശർമ്മയെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല. എന്നാൽ രോഹിത് ശർമ്മയ്ക്ക് മുംബൈ ടീമിൽ കളിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞാൽ പിന്നെ മുംബൈ മാനേജ്മെന്റിന് യാതൊരു വഴിയുമില്ല. ഇപ്പോൾ പാണ്ഡ്യയാണ് വെട്ടിലായിരിക്കുന്നത്. പാണ്ഡ്യയ്ക്ക് ക്യാപ്റ്റൻസി കിട്ടിയാലും മുംബൈ ടീമിൽ നല്ല രീതിക്ക് കളിക്കാൻ സാധിക്കില്ല. മുംബൈ ടീമിലെ താരങ്ങൾ തമ്മിൽ തർക്കമാണ്. സൂര്യയും ജസ്പ്രീത് ബുംറയും രോഹിത് ശർമ്മയുടെ ഭാഗത്താണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പാണ്ഡ്യ പുതിയ നമ്പറുമായിട്ട് രോഹിത് ശർമ്മയുടെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ രോഹിത് ശർമ്മ ഏത് ടീമിലേക്ക് ചേക്കേറുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.